ഓക്കെ, പേജ് നമ്പർ 30 അല്ലേ? പേജ് നമ്പർ 30 എടുക്കുക. മിസ് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി പറയാണ്. കിസ്നെ കഹ കിസ്സെ കഹ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ആര് ആരോട് പറഞ്ഞു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 5ാമത്തത് 5th. എന്താ 5th ക്വസ്റ്റ്യൻ നോക്കിയേ. शब्दों को उनके अर्थ से मिलाओ. शब्दों को उनके अर्थ से मिलाओ. താഴെ കൊടുക്കുന്ന വാക്കുകളെ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥവുമായി മീനിങ്ങുമായി യോജിപ്പിക്കുക. കേട്ടോ? ജോയിൻ ചെയ്യുക. ജോയിൻ വേർഡ്സ് വിത്ത് ദർ മീനിങ്. അതിന്റെ മീനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യുക. നോക്കുക, ഫസ്റ്റ് ഭാഗത്തുള്ള സൈഡ് ഭാഗത്തുള്ളത് മിസ് വായിക്കുന്നത് വാക്കുകള് झटपट, उत्तर, खींचकर, तमाचा, कोरा, आश्चर्य, यकीन, वर्ष. നമ്മുടെ ലെസണിൽ പഠിക്കാനുണ്ടായ വേർഡ്സുകളാണ് അതൊക്കെ. അപ്പൊ അതില് വലത് സൈഡിൽ ഏത് വേർഡിനോടാണ് മാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണേ. ഫസ്റ്റ് വേർഡ് झटपट. झटपट എന്ന് പറഞ്ഞാൽ സഡൻലി, വേഗത്തിൽ, പെട്ടെന്ന്. ഏതാണ് झटपट എന്ന് ചേർക്കുന്നത്? ഏത് വേർഡിനോടാണ്? ജൽദി. ജൽദി സേ അല്ലേ? ജൽദി സേ. അപ്പൊ അതിനോടാണ് അത് യോജിപ്പിക്കേണ്ടത്. ഇപ്പൊ സ്കെയിൽ വെച്ച് യോജിപ്പിക്കാൻ ആവുന്നില്ലെങ്കിൽ അതിന് നമ്പർ ഇട്ട് വെക്കുക. ഫസ്റ്റ് നമ്പർ ഇട്ട് വെക്കുക. ജൽദി സേ എന്നുള്ളത്. ജൽദി സേ എന്ന് പറഞ്ഞ വേർഡ് ഏതാണ്? വലത് സൈഡിലെ 3ാമത്തെ വാക്കാണ് ജൽദി സേ. എല്ലാവർക്കും ഒരുപോലെ വായിക്കാൻ കിട്ടണമെന്നില്ല, തെറ്റ് എഴുതി വെക്കരുത്. ജൽദി സേ വലത് സൈഡിലുള്ള 3ാമത്തെ വേർഡ് ജൽദി സേ. ഓക്കെ, അപ്പൊ ജഡ്ബഡിന്റെ മീനിങ് മനസ്സിലായോ? ജഡ്ബഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്, വേഗത്തിൽ അല്ലേ? ഓക്കെ. സെക്കൻഡ് ഉത്തർ. ഉത്തർ എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട്. ഉത്തർ എന്ന് പറഞ്ഞാൽ ഉത്തരം, ആൻസർ. അല്ലെങ്കിൽ വേറൊരു വേർഡും കൂടി അതിനുണ്ട്. വടക്കു ഭാഗത്തെ കൂടി നമ്മൾ എന്താ പറയാ? ഉത്തർ എന്നാ പറയാ. ഉത്തർ വടക്കു ഭാഗമില്ലേ? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നുള്ള ഭാഗങ്ങളില്ലേ? അതിൽ വടക്കു ഭാഗത്ത് നമ്മൾ പറഞ്ഞ വേറെ ഹിന്ദി വേർഡാണ് ഉത്തർ. ഉത്തർ എന്നുള്ളതിന് 2 മീനിങ് ഉണ്ട്. ആൻസർ, ഉത്തരം. രണ്ടാമത് വടക്കു ഭാഗം, നോർത്ത്. കേട്ടോ? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഉത്തരം എന്ന ആൻസർ ആണ് വേണ്ടത്. ഉത്തരം. അതേതാണ് അതിന് മീനിങ് ശരിയായത് ചേർന്നത്? ഹിന്ദി എന്താണ്? ജവാബ്. എന്താണ്? ജവാബ്. എത്രാമത്തെയാണെന്ന് മനസ്സിലായോ? 7ാമത്തെ വാർഡ് ജവാബ്. അതാണ് ഉത്തർ എന്നുള്ള മീനിങ്ങും അതിനോട് യോജിക്കുന്ന മീനിങ് ജവാബ് എന്നാണ്. ഉത്തർ, ജവാബ്. ഓക്കെ. നെക്സ്റ്റ് ഗീജ്കർ. ഗീജ്കർ ഫസ്റ്റ് തന്നെ ഉണ്ട് അല്ലെ? ഝുഞ്ചലാക്കർ. ഫസ്റ്റ് തന്നെ ഉള്ള വേർഡിനോട് യോജിപ്പിക്കുക. ഝുഞ്ചലാക്കർ, ഗീജ്കർ, ഝുഞ്ചലാക്കർ. എന്താ ഗീജ്കർ എന്നെല്ലാം പറഞ്ഞാൽ അറിയോ? വലിക്കയില്ലേ? നമ്മള് വാശി പിടിച്ചിട്ട് എന്തെങ്കിലും ചെറിയ കുട്ടികൾ എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വലിച്ചെടുക്കില്ലേ? അതിനെയാണ് ഗീജ്കർ എന്ന് പറഞ്ഞത്. അതാണ് ഝുഞ്ചലാക്കർ. ഓക്കെ. ഫോർത്ത് തമാച്ച. തമാച്ച എന്താണ്? തമാച്ച പറഞ്ഞാൽ അടി. തമാച്ച തമാശയല്ല, അടി. അനുവിന്റെ കവിളിനൊരു അടി കൊടുത്തിട്ടില്ലായിരുന്നോ? തമാച്ച. തമാച്ച എന്നുള്ളതിന് വേറൊരു ഹിന്ദി വേർഡാണ് എന്ത്? രണ്ടാമത് കൊടുക്കുന്ന ധപ്പഡ്. ധപ്പഡ്. തമാച്ച, ധപ്പഡ്. ഓക്കെ. ഇനി 5th നോക്കുക. കോര. കോര
കോര. കണ്ടോ നിങ്ങള്? കോര എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയി കിടക്കുന്നത്, ഒഴിഞ്ഞു കിടക്കുന്നതിനെയാണ് കോര എന്ന് പറഞ്ഞത്, ബ്ലാങ്ക് ആയിട്ടുള്ളത്. ആ ഗ്രീറ്റിംഗ് കാർഡില് വെറും കോര അല്ലെ, ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, കാലിയായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഒരു കാർഡായിരുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ കോര എന്നുള്ളതിന് ശരിയായ ഹിന്ദി വേർഡ് എന്താണ്? ഖാലി. ഖാലി എത്രാമത്തെ അറിയോ? ഖാലി 4ാമത്തെ വേർഡ്, ഖാലി. മിസ് അത് ഗ്രൂപ്പിൽ എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ, ഇന്നും നാളെയും കൂടി നിങ്ങൾക്ക് സമയം തരും. ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആക്കിയിട്ട് മിസ്സിന് അയച്ചു തരിക. ഇന്നും നാളെയും, അതിൽ കൂടുതൽ സമയം തരില്ല. കോര, ഖാലി. നെക്സ്റ്റ് ആശ്ചര്യ. ആശ്ചര്യ എന്താണ്? നമ്മൾ ഇപ്പോഴത്തെ ഖാലിന് തൊട്ട് താഴെയുള്ള വേർഡാണ് ഹൈരാനി. ആശ്ചര്യം, ഹൈരാനി ആശ്ചര്യം, ആശ്ചര്യപ്പെടുക. ആശ്ചര്യ, ഹൈരാനി. എത്രാമത്തെയാണ് കണ്ടോ നിങ്ങള്? 5ാമത്തെ വേർഡ്, വലത് സൈഡിലെ 5ാമത്തെ വേർഡാണ് ഹൈരാനി. മക്കള് ഹിന്ദിയിൽ ഒന്ന് എഴുതിട്ട് തന്നെ പഠിക്കട്ടോ. എഴുതിട്ട് തന്നെ പഠിക്കുക. എന്താ അൽന? മിസ് ഇപ്പൊ മിസ് പറഞ്ഞില്ലായിരുന്ന നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ എഴുതണമെന്ന്? അത് പേഴ്സണൽ ആയിട്ടാണോ ഗ്രൂപ്പിലാണോ ഇടേണ്ടത്? ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടത്. ഗ്രൂപ്പിൽ എക്സാം മാത്രമാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എഴുതുന്ന വർക്കുകളെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിലാ വേണ്ടത്. പിന്നെ വേറൊരു കാര്യം മിസ് എല്ലാ ആഴ്ചയും പറഞ്ഞുവിടാൻ മറന്നു പോകുന്ന ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ട് അല്ലെ? ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് കോപ്പി ഇല്ലേ? കോപ്പി ഉണ്ടല്ലോ. ആ കോപ്പി നിങ്ങൾ ഇതുവരെ കുറച്ച് 1-2 പേര് മാത്രമേ മിസ്സിന് എഴുതി അയച്ചു തരുന്നുള്ളൂ. അത് എല്ലാവരും ഒരു പേജ് ഹിന്ദി ടെക്സ്റ്റും നോട്ടും വർക്ക് എഴുതി അയക്കുന്ന അതിന്റെ കൂടെ ഒരു പേജ് ആ ഹിന്ദി കോപ്പി കൂടി എഴുതി അയച്ചു തരണം. ഹിന്ദി കോപ്പിയിലെ വാക്കുകൾ തെറ്റാതെ എഴുതണം. ആ കോപ്പി പറഞ്ഞാൽ വെറുതെ എഴുതിക്കുന്നതല്ല ആ കോപ്പി, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് താഴെ, അതിന് ഓരോ വാക്കിന്റെ താഴെ എഴുതണം. പിന്നെ ഹിന്ദി കോപ്പിയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതിൽ 4 വര കോപ്പിയാണ് ഉണ്ടാവുക അല്ലെ? 4 വരകൾക്കുള്ളിലാണ് നിങ്ങൾ പറയുന്നത് ആ ഹിന്ദി വാക്കുകൾ എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ആ 4 വര വെറുതെ കൊടുത്തിരിക്കുന്നൊന്നല്ല. നിങ്ങൾ അതിനിടയിൽ അതിനുള്ളിൽ ഇങ്ങനെ ചിത്രം വരച്ചു വെക്കുന്നത് പോലെ ഹിന്ദി എഴുതിയിട്ട് കാര്യമില്ല. അതിൽ 4 വരയിൽ 2 വരക്കുള്ളിലാണ് എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളിച്ചു വരുന്നത്. അതിനുള്ളിലുള്ള 2 അക്ഷരങ്ങൾക്കുള്ളില്, 2 വരക്കുള്ളില്. ബാക്കി വരുന്ന, അതായത് നമ്മള് ഈ എന്താ പറയണ്ട ചിഹ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ മാത്രമാണ് താഴത്തെ വരയ്ക്ക് യോജിക്കേണ്ടത്. ബാക്കിയെല്ലാം 2 വരക്കുള്ളിൽ മുഴുവിച്ച് എഴുതേണ്ടതാണ്. അത് നീറ്റ് ആയിട്ട് എഴുതും വേണം. വെറുതെ ഇങ്ങനെ മിസ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു പാരഗ്രാഫ്, ഒരു പേജ് എഴുതിയിട്ട് കാര്യമില്ല. ഒരു പേജ് മുഴുവൻ എഴുതും, നല്ല നീറ്റ് ആയിട്ട് വായിച്ചിട്ട് തന്നെ എഴുതുക. ശ്രദ്ധിച്ച് എഴുതണം, തെറ്റ് വരുത്താനും പാടില്ല. ഓക്കെ? ഒരു കോപ്പി. മിസ് 3ാമത്തെ വർക്ക് തന്നില്ലായിരുന്നു, അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്? അത് ടെക്സ്റ്റിലാണ് എഴുതുന്നത്. അതില് നോട്ടിൽ എഴുതേണ്ടത് മിസ് അതിന് താഴെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടല്ലോ. സം വേർഡ്സ് ഹാവ് ഗിവൺ ബിലോ എന്നുള്ളത് നമ്മൾ എഴുതിയേ. നീച്ചെ കുച്ച് ദിയേ ഗയേ ശബ്ദ ഹൈ, അത് മാത്രം നോട്ടിലേക്ക് എടുത്തണം. രാജ, റാണി, മാം, പിതാജി, ബേട്ടി, ബേട്ട. ഇപ്പൊ പറയുന്ന കിസ്നെ, കിസ്സേ, കഹ എന്നുള്ളതും ഈ മാച്ച് ദി ഫോളോവിങ്ങും ഇനി പറഞ്ഞ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലാണ്, നോട്ട് ബുക്കിൽ എഴുതണ്ട. ഓക്കെ? നോട്ട് ബുക്കിൽ എഴുതേണ്ട, നോട്ട് ബുക്കിൽ എഴുതാനുണ്ട്. ഞാൻ അങ്ങനെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോ ദേവാഞ്ജന എന്താ നോട്ട് ബുക്ക് എഴുതിയിട്ട് അയക്കുമ്പോൾ നോട്ട് ബുക്ക് മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും ഒരുമിച്ച് അയക്കുക. ഇപ്പൊ എന്താണ് ദേവാഞ്ജനയാണ് അയക്കുന്നതെങ്കിൽ ദേവാഞ്ജന ഒന്ന് മാത്രം എഴുതിയിട്ട് അയക്കുന്നത് അങ്ങനെ വേണ്ട. ദേവാഞ്ജന നോട്ട് ആദ്യം കംപ്ലീറ്റ് ആക്കുക, നോട്ട് കംപ്ലീറ്റ് ആക്കുക, ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കുക, കോപ്പിയും കംപ്ലീറ്റ് ആക്കുക. 3 എന്നിട്ട് ഒരുമിച്ച് അയച്ചു തരിക. അല്ലാണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ ദേവാഞ്ജന ഒരു പേജ് കോപ്പി എഴുതി അയച്ച്
കുറെ ദിവസം കഴിയുമ്പോൾ കുറച്ച് മീനിങ് എഴുതി അയച്ച് അങ്ങനെ ആവരുത്. ഹിന്ദിയുടെ നോട്ടും ടെക്സ്റ്റിലെ വർക്കുകളും കോപ്പി ഇന്ന് പറഞ്ഞാൽ ഇന്ന്, നാളെ വൈകുന്നേരത്തിനുള്ളിൽ 2 ദിവസം സമയമുണ്ട്, ഇന്നും നാളെയുണ്ട്. എന്ത് ചെയ്യണം? നാളെ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ കുട്ടികളും സബ്മിറ്റ് ചെയ്യാം. മിസ്സിന്റെ ഗ്രൂപ്പിലേക്ക് തന്നെ ഇടുക, ക്ലാസ്സിലെ ഗ്രൂപ്പിലേക്ക്. ഓക്കെ, ഇനി ഡൗട്ട് വരാൻ പാടില്ല, ആരും അയക്കാതിരിക്കാനും പാടില്ല. അയച്ചവരുടെ പേര് മിസ് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ആരും ഞാൻ എഴുതാതിരിക്കാം, എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യില്ല എന്ന് ഒരാളും വിചാരിക്കണ്ട. എല്ലാവരുടെ പേരും മിസ് ആരൊക്കെ ഏതൊക്കെ നോട്ടാണ് എഴുതുന്നുള്ളത് കൃത്യമായിട്ട് മിസ്സിന്റെ കയ്യില് എഴുതി വെക്കുന്നുണ്ട്. കേട്ടല്ലോ? കോപ്പി എഴുതുന്നവരുടെ പേര് വേറെ തന്നെ എഴുതുന്നുണ്ട്. അതുപോലെ നോട്ട് മീനിങ്ങും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കംപ്ലീറ്റ് ആക്കുന്നവരുടെ പേരുണ്ട്. അതുപോലെ ചിലവര് ടെക്സ്റ്റ് എഴുതാത്തവരുടെ പേര് വേറെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ എഴുതാൻ ആക്കരുത്. നിങ്ങൾ എഴുതുമ്പോ ആരായാലും എഴുതുമ്പോ ടെക്സ്റ്റ്, നോട്ട്, അതിന്റെ കൂടെ കോപ്പി, ഇത് മൂന്നും കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ മിസ്സിന് അയച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ വേർഡ് മീനിങ് അത് കഴിഞ്ഞു, ജോയിൻ വേർഡ്സ് അത് കഴിഞ്ഞു. 6 നോക്കുക, ടെക്സ്റ്റ് പേജ് നമ്പർ 30 ലാസ്റ്റ് ഭാഗം. ഇപ്പൊ പറഞ്ഞ കോപ്പി എങ്ങനെയാണ് എഴുതേണ്ടത്? എന്താണ് ദേവാഞ്ജന? ഇംഗ്ലീഷ് അർത്ഥം കൂടെ എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് വാക്കുകൾ നിങ്ങൾ പഠിക്കില്ലേ? മീനിങ് എഴുതിയാൽ നല്ലതല്ലേ? അത് എഴുതാൻ നല്ലത്. ഇംഗ്ലീഷും കൂടി എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് വായിച്ച അതിന്റെ മീനിങ് എപ്പോഴെങ്കിലും ഓർമ്മ കിട്ടുമല്ലോ. കേട്ടോ? ഓക്കെ, ലാസ്റ്റ് നോക്ക 6. നീച്ചെ ദിയേ ഗയേ ബധായി സന്ദേശ് ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന സന്ദേശങ്ങൾ അല്ലെ, ആശംസകള് അറിയിക്കുന്ന വാക്കുകള് എഴുതുക. അതിന് താഴെ കൊടുത്തിരിക്കുന്ന 4 വരികൾ കണ്ടോ നിങ്ങള്? ഇപ്പൊ പറഞ്ഞ കോപ്പി എഴുതുന്നത് പോലെ വേറൊന്ന് ടെക്സ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിട്ട്. എന്താണ് മോളെ? മിസ്സേ, മാച്ച് ദ കോളംസിലെ ലാസ്റ്റത്തെ 2 എണ്ണം കിട്ടിയില്ല. ഓ, അത് പറഞ്ഞില്ല എന്നല്ലേ? അപ്പോഴാണ് സംശയം വന്നത്. ഓക്കെ, അത് പറഞ്ഞില്ല മോളെ. ആശ്ചര്യ, ഹൈരാനി പറഞ്ഞു അല്ലെ. തൊട്ട് താഴെ യക്കീൻ. യക്കീൻ എന്ന് പറഞ്ഞാല് വിശ്വാസം. അത് ഏറ്റവും താഴെയുള്ള വാക്ക് വിശ്വാസ്. യക്കീൻ, വിശ്വാസ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന വേർഡ് യക്കീൻ, വിശ്വാസ് എന്നുള്ളതിലേക്ക് യോജിപ്പിക്കുക. വലത് സൈഡില് ലാസ്റ്റ് വരുന്ന വേർഡ് 8ാമത്തെ വാക്കാണ് വിശ്വാസ്. യക്കീൻ, വിശ്വാസം. നെക്സ്റ്റ് വർഷ്. വർഷ് എന്ന് പറഞ്ഞാൽ വർഷം, കൊല്ലം. അതേതാണ്? സാൽ. 6ാമത്തെ വേർഡായ സാലിനെ യോജിപ്പിക്കുക. സാൽ, വർഷം, കൊല്ലം. അത് ക്ലിയർ ആയോ? ഒന്നും കൂടി മിസ് പറഞ്ഞുതരാം, ക്ലിയർ ആയില്ലേ നോക്കണേ. झटपट जल्दी से. നോക്കണേ നിങ്ങൾ എഴുതിയ ശരിയാണോ? झटपट जल्दी से. उत्तर, जवाब. गीज कर, झुंझलाकर. तमाचा, धप्पड़. कोरा, घाली. आश्चर्य എന്താണ്? ഹൈരാനി. യക്കീൻ, വിശ്വാസ്. വർഷ്, സാൽ. ക്ലിയർ ആയോ? എഴുതില്ലേ? കംപ്ലീറ്റ് ആക്കിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കുക. നീച്ചെ ദിയേ ഗയേ ബധായി സന്ദേശ് ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങളെ കോപ്പി റൈറ്റിംഗ് പോലെ താഴെ കൊടുക്കുന്ന സന്ദേശങ്ങൾ നിങ്ങൾ എന്ത് വേണം? ആ കോപ്പിയിൽ അതില് എഴുതുക. ക്രിസ്റ്റി, മുടിയൊക്കെ പിന്നെ വരാം. കോപ്പി റൈറ്റ് നല്ല നീറ്റ് ആയിട്ട് ഇപ്പൊ എഴുതേണ്ട, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. എന്താണ്? നവവർഷ ശുഭഹോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കോപ്പി റൈറ്റിംഗ് പോലെ അതിൽ ആ വരയ്ക്കുള്ളിൽ എഴുതണം കേട്ടോ. മിസ് അത് എഴുതി അയച്ചു തരുന്നുണ്ട്, അത് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതി അയക്കുക. നവവർഷ ശുഭഹോ. അതുപോലെ നവവർഷ മംഗളമയി ഹോ.
നയാ സാൽ മുബാറക് ഹോ. ആ മുകളിൽ കൊടുത്തിരുന്ന അതന്നെയാണ് താഴെ ആ 4 വരയ്ക്കുള്ളിലായിട്ട് എഴുതേണ്ടത്. ഓക്കെ, join the with meaning ഒന്നുകൂടി പറഞ്ഞതോ? ജോയിൻ വേർഡ്സിന്റെ മീനിങ് ഒന്നുകൂടി പറയണോ? നോക്ക്. झटपट जल्दी से. മിസ് ഇപ്പൊ പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിസ് അത് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കി എഴുതിക്കോ. झटपट जल्दी से, उत्तर जवाब, खींचकर झुंझलाकर, तमाचा धप्पड़, कोरा खाली, आश्चर्य हैरानी, यकीन विश्वास, वर्ष साल. അത് മിസ് ഒന്നുകൂടി ഗ്രൂപ്പിൽ അയച്ചു തരും. എന്ത് ചെയ്യണം? അത് നോക്കി ക്ലിയർ ആക്കുക കേട്ടോ, കിട്ടാത്തവര്. നെക്സ്റ്റ് മിസ് ഇപ്പൊ പറഞ്ഞത് അത് കോപ്പി റൈറ്റിംഗ് പോലെ എന്ത് ചെയ്യണം? അതുപോലെ എഴുതണം താഴെ. നയാ സാൽ മുബാറക് ഹോ, ശുഭ ദീപാവലി. അതുപോലെ നെക്സ്റ്റ് പേജിലുണ്ട്, പേജ് നമ്പർ 31 ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായേ. അതില് ഈ ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായേ എന്ന് ഫുൾ എഴുതാൻ നിങ്ങളുടെ പേജിൽ സ്ഥലം ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിലാണ് ചെയ്യേണ്ടത്. ആ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ വേണ്ടി സ്ഥലം ഉണ്ടാകില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സ്കെയിൽ വരച്ച് കുറച്ചും കൂടി സ്ഥലം യോജിപ്പിക്കുക, എന്നിട്ട് എഴുതിക്കോ കേട്ടോ. ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായേ, അത് കുറച്ച് സ്ഥലം വേണം. പിന്നെ ഇംഗ്ലീഷ് എഴുതാനുണ്ട്. ഹാപ്പി ന്യൂ ഇയർ, ഈദ് മുബാറക്, ഹാപ്പി ക്രിസ്മസ്. കണ്ടോ? അതൊക്കെ നിങ്ങൾ താഴെ നല്ല നീറ്റ് ആയിട്ട് പെൻസിൽ കൊണ്ട് തന്നെ എഴുതുക. നെക്സ്റ്റ് 7th മിസ് പറഞ്ഞ 7th നോക്കുക. ഇപ്പൊ എഴുതണ്ട, നിങ്ങൾ ഹോംവർക്കായി ചെയ്യേണ്ടതാണ്. ആരോൺ തലക്ക് കൈ കൊടുത്തിട്ട് എവിടെ ഇരുന്നിട്ട് എഴുതല്ലേ? ആരോൺ കെ അജിത്ത് കാര്യമായിട്ട് എഴുതണം. നെക്സ്റ്റ് 7th ലിഖോ റൈറ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി പറഞ്ഞ ലിഖോ എന്നുള്ളതും കൂടി നോട്ടില് എഴുതി വെക്കുക. എന്തിനാണെന്നറിയോ? അത് എഴുതി വെച്ചിട്ട് ആ വാക്കുകൾ പഠിച്ചു വെക്കണം. ഞാൻ ഡിക്റ്റേഷൻ ഇടും. എന്തൊക്കെ വാക്കുകളുണ്ട്? ഭായി. എന്താ ഭായി എന്ന് പറഞ്ഞാല്? ഭായി എന്താ? ഭായി പറഞ്ഞാല് ബ്രദർ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? അതേ വേർഡ് ഒന്നുകൂടി ഡാഷിൽ എടുക്കുക. എന്ത് ചെയ്യണം? ഭായി എന്ന് എഴുതി വെക്കുക. ഭായി. ഓക്കെ. ലിഖോ നിങ്ങളോട് എഴുതാനാ പറഞ്ഞത്, ഭായി. അതുപോലെ നെക്സ്റ്റ് വേർഡ് ആത്മീ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ആത്മീ എന്ന് എഴുതുക. ഷേർ. ഇത് എഴുതി പഠിക്കുക. ഞാൻ ഡിക്റ്റേഷൻ തരാം അടുത്ത ക്ലാസ്സിൽ. शेर, ऊंट, लड़का, बूढ़ा, मोर, चोर. എന്തൊക്കെ വാക്കുകളുണ്ടെന്ന് പറഞ്ഞ എല്ലാവരും? മിസ് വായിച്ചാൽ എല്ലാവരും ഒന്ന് ഉറക്കെ വായിക്കണേ. ഇപ്പൊ എഴുതരുത്, ഉറക്കെ വായിക്കണം. നെക്സ്റ്റ് ഹോംവർക്ക് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ വായിച്ചു തരാം, ഒന്ന് എല്ലാവരും വായിക്കണം. നിങ്ങൾ എന്നിട്ട് അതിന് നേരെ എഴുതി വെക്കുക ഒരു തവണ. ഒന്നാമത്തെ വേർഡ് ഭായി. വായിച്ചു വന്ന്. ഭായി. ആത്മീ, ഷേർ, ഊണ്ട്. ഊണ്ട് പറഞ്ഞ ഒട്ടകം. ലഡ്ക, ബൂഢ, മോർ, ചോർ. ഒന്നുകൂടി വായിച്ചുതരാ. ഭായി, ആത്മീ, ഷേർ, ऊंट, लड़का, बूढ़ा, मोर, चोर.
ഓക്കെ, അത് അതിന് നേരെ നേരെ ആ വാക്കുകൾ തന്നെ നേരെ നേരെ എഴുതി വെക്കുക ടെക്സ്റ്റില്. ഇനി ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ലാസ്റ്റ് നോക്കുക. പേജ് നമ്പർ 31 ലാസ്റ്റ് 8 എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കുച്ച് പുരാനെ ഗ്രീറ്റിംഗ് കാർഡ് ഇക്കട്ടെ കരോ. എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് പഴയ ഗ്രീറ്റിംഗ് കാർഡുകള് ശേഖരിക്കുക. എന്നിട്ടോ ഉന്മേ ലിഖേ സന്ദേശം കോ. എന്നിട്ട് ഓരോ ഗ്രീറ്റിംഗ് കാർഡുകളും ശേഖരിച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്ന സന്ദേശങ്ങള് ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യണം? അപ്പിനി കോപ്പിമേം ചിപ്കാവോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. വല്ലതും മനസ്സിലായോ? ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും തന്നെ പഴയ ഏതെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടോ ആരെങ്കിലും അയച്ചു തന്നത്? ഇല്ല, നോ. ഇല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ഇനി പുതുതായിട്ട് വാങ്ങിയിട്ട് ഇനി അത് എഴുതിയിട്ട് ഒട്ടിക്കാൻ നിൽക്കരുത്. ആരെങ്കിലും അയച്ചു തന്ന ഗ്രീറ്റിംഗ് കാർഡ് പഴയത് ഉണ്ടെങ്കിൽ അതിൽ എഴുതിയ സന്ദേശങ്ങൾ, ഹാപ്പി ന്യൂ ഇയർ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഓണം ആണെങ്കിൽ ഹാപ്പി ഓണം, ഹാപ്പി ഈദ് മുബാറക് ആണെങ്കിൽ ഹാപ്പി ഈദ് മുബാറക്, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ, അങ്ങനെ എഴുതിയ സന്ദേശങ്ങൾ മുറിച്ചിട്ട് നിങ്ങൾ ഒരു പഴയ നോട്ട്ബുക്കിൽ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത് നിങ്ങളുടെ എക്സ്ട്രാ വർക്കാണ്. അത് ഉള്ളവര് മാത്രം ചെയ്യുക, ഇല്ലാത്തവർ ഇനി പുതിയ കാർഡൊന്നും ഓക്കെ ഓക്കെ അല്ല കണ്ടുമോളെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ദേവാഞ്ജന കണ്ടുമോളെ. നിങ്ങൾ ഇനി തീരെ നിങ്ങൾക്ക് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് നല്ല കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാമല്ലോ. കളർ ഉപയോഗിച്ച് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഓണം, അങ്ങനെയുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പഴയ നോട്ട് ബുക്കിൽ ഒട്ടിച്ചു വെക്കാനും കൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ വർക്കുകൾ കഴിഞ്ഞു. പേജ് നമ്പർ 31 അല്ലെ? അപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പൊ അതിൽ മിസ് ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗങ്ങൾ പറഞ്ഞത് സംശയം ഉണ്ടോ? എന്താണ് ദേവാഞ്ജന? അതേപോലെ എഴുതാനാ? ലിഗോ എന്ന് പറഞ്ഞാൽ അതേപോലെ ടെക്സ്റ്റിൽ എഴുതാൻ വേണ്ടിട്ട് അതേ വേർഡ്. ഓക്കെ, ഭായി ആണെങ്കിൽ ഭായിന്ന് എഴുതുക, ആത്മീനാണെങ്കിൽ ആത്മീന്ന് എഴുതാൻ, അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി എഴുതാൻ. അത് നിങ്ങളെ ഡിറ്റേഷൻ ആയത് കാണാൻ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി ആ വാക്കുകൾ. അപ്പൊ ആ ലെസൺ കംപ്ലീറ്റ് ആയി മനസ്സിലായോ? എല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കില്ലേ അടുത്ത ക്ലാസ്സിലേക്ക്? ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കണേ. അത് മിസ് പഠിക്കാൻ പറഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ക്രിസ്റ്റി ഉറങ്ങിപ്പോലെ. പിന്നെ എന്താ മിസ് പറഞ്ഞിട്ടല്ലോ എന്ന് വെച്ച് പഠിക്കാതിരിക്കരുത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, വേർഡ് മീനിങ് അന്നന്ന് എടുക്കുന്ന അന്നന്ന് തന്നെ പഠിച്ച് റെഡി ആയിട്ട് അവിടെ വെക്കുക. അടുത്ത എക്സാം ആവുമ്പോഴേക്കും ഫുൾ മാർക്ക് വാങ്ങണം ഹിന്ദിയിൽ. ഓക്കെ, അതില് പേജ് നമ്പർ 26 എടുത്ത എല്ലാവരും കുറച്ച് പേരെ ഞാനിപ്പോ വായിപ്പിക്കാലോ. പേജ് നമ്പർ 26 അനോഖ ഗ്രീറ്റിംഗ് കാർഡ് തുടങ്ങുന്ന ലെസൺ തുടങ്ങുന്ന ഭാഗം ഒന്ന് എടുത്ത് വെച്ചേ. ദേവാഞ്ജന ഫസ്റ്റ് തുടങ്ങി, ഞാൻ വായിക്കാന്ന് പറയുന്നുണ്ട്. ദേവാഞ്ജന കുറച്ച് വേഗം വായിച്ചേ, എന്നിട്ട് ബാക്കിയുള്ളവരെ വായിപ്പിക്കാലോ. ദേവാഞ്ജന അനോഖ ഗ്രീറ്റിംഗ് കാർഡ്. എല്ലാം ടെക്സ്റ്റ് നോക്കണേ. ग्रीटिंग कार्ड दिसंबर की 30 तारीख दी विपिन अपने बगीचे में बैठकर कुछ लिख रहा था। इसी बीच डाकिये ने आवाज दी, विपिन भैया आपकी चिट्ठी आया कहकर विपिन डाकिये की और दोईटा और एक छोटा सा गुलाबी
लिफाफा लेकर लिफाफा लेकर लेकर बगीचे में जा बैठा बैठा उसने उसने झटपट देवांजना झटपट लिफाफा खोला झटपट लिफाफा गोला लिफाफे में एक सुंदर सा कार्ड था। कार्ड में हाथ से बनाया हुआ प्यारा सा ग्रीटिंग कार्ड था। बिपिन ने खुश होकर बोला, अरे यह कैसा कार्ड है अंदर तो किसी ने कुछ भी नहीं लिखा है, न नाम न पता न शुभकामना संदेश। ओके वेरी गुड देवांजना ഓക്കെ ദേവാഞ്ജന നെക്സ്റ്റ് ഒന്ന് ആദ്യദേവ് വായിച്ച മോനെ ആദ്യദേവ് അതിന്റെ ബാക്കി ഒന്ന് വായിച്ചേ ദേവാഞ്ജന വായിച്ചതിന്റെ തൊട്ട് ബാക്കി न नाम न पता न शुभकामना संदेश वह चगराया मुद्ര വായിക്കണം वह चकराया हागिर यह मजाक किसने किया अभी वह सोच ही रहा कि नहीं दौड़ती हुई आई दया दिखाए भैया दिखाओ तो किसका कार्ड है क्या दिखाओ तेरा सर कुछ लिखा हो तो देखे कुछ लिखा है विभिन्न से गला कुछ नहीं ഓക്കെ മോനെ ആദിദേവ് कुछ नहीं ശ്രദ്ധിക്കാമോ ആദിദേവ് മോൻ എന്ത് ചെയ്യണമെന്നറിയോ ടെക്സ്റ്റ് വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മോൻ എന്ത് ടെക്സ്റ്റ് വായിക്കാത്തതാണ് നിന്റെ ബുദ്ധിമുട്ട് നീ വേറെ ബാക്കിയുള്ള ടൈമിലൊന്നും ഹിന്ദി ടെക്സ്റ്റ് വായിക്കുന്നില്ല എല്ലാ ദിവസവും ഓരോ ലെസണെങ്കിലും കുറച്ച് വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്പീഡിൽ വായിക്കാൻ വേണ്ടി പറ്റും ഓക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരോ ഉണ്ട് അല്ലെ ആരാ നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന അമ്മയാണല്ലേ ആ അപ്പൊ പിന്നെ എനിക്ക് പേടിക്കേ വേണം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വായിക്കുമ്പോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്താണ് അപ്പൊ എന്ത് ചെയ്യണം മോൻ എന്ത് ചെയ്യണം നന്നായിട്ട് കുറെ സമയം ഹിന്ദി വായിക്കണം ടെക്സ്റ്റ് എല്ലാ ദിവസവും വായിക്കണം ഓക്കെ എന്നാൽ ഈ തപ്പുന്നത് ഒഴിവാക്കാം എന്താണ്
ഓക്കെ അല്ലേ? എല്ലാ ദിവസവും ഓക്കെ. അടുത്ത സൂര്യദേവ് വായിക്കില്ലേ മോനെ? സൂര്യദേവ് ഏത് കാര്യം ചിരിയോടെ നേരിടും, അതുകൊണ്ട് സമാധാനാണ്. नहीं लिखा है झूठ दिखाओ दे तो अनु ने मचलते हुए ये कहा नहीं विपिन ने गीजकर कहा दोनों में दीना चबट्टी होने लगी। नीचे गिर पड़ा तभी अनु के पैर की टोकर से विपिन की खुली दावत पर उलट गई. മോനെ വായിക്കുന്നത് ഇടക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, മിസ്സിന് ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അപ്പൊ എന്താ വായിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഉലട്ട് ഗൈ. നെക്സ്റ്റ് വായിച്ചു നോക്കി, ഒന്നും കൂടി നോക്കട്ടെ മിസ്. വായിച്ച്. കാട് നീല गया അനു കയാ വായിക്കല്ലേ? ക്യാ करते हैं क्या करती है? आंग नहीं है क्या? आंग नहीं है क्या? കണ്ണ് കാണുന്നില്ലേ എന്ന് ചോദിക്കാറില്ലേ അത്? विपिन ने एक जोरदार दामेचा गाल अनु के गाल पर जड़ दिया. जड़ दिया. ओके सूर्यदेवे, നന്നായിട്ട് വായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്. ശനിയാഴ്ച മാത്രം മിസ്സിന് കാണുമ്പോൾ മാത്രം വായിച്ചാ പോരാ, ബാക്കിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് വായിക്കണം. ആ വായിക്കാത്ത ബുദ്ധിമുട്ടാണ്. ഷെഫി വായിക്കുന്നുണ്ടോ? ഓക്കെ, വേഗം വായിച്ചോളൂ. എല്ലാവരും ഇപ്പൊ വായിപ്പിക്കാൻ വേണ്ടി സമയം കിട്ടില്ല, ടൈം ആവാറായി. വായിക്കുന്ന സമയം അത്ര വരെ വായിച്ചോളൂ. ഷെഫി വായിച്ചോളൂ. ബാക്കിയുള്ള മക്കൾ എന്ത് ചെയ്യണം? വായിച്ച് റെഡി ആവണേ. അടുത്ത ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കും കേട്ടോ. ഷെഫി വായിച്ചോളൂ. അതെന്താ നമ്മളെ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചോളൂ. ആഷിൻ വായിക്കുന്നുണ്ടോ മോനെ? ആഷിൻ വായിക്കുന്നില്ലേ? എന്തേ വായിക്ക്. മിസ് പറഞ്ഞുതരും. മിസ് പിന്നെ എന്തിനാ എവിടെ ഇരിക്കുന്നത്? മിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വായിച്ചോളൂ, ആവുന്നത് വായിച്ചോളൂ. കിട്ടാത്ത മിസ് പറഞ്ഞു. दिसंबर की 30 तारीख विपिन अपने ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ആഷിൻ വായിക്കുന്നത്. കേട്ടല്ലോ എല്ലാവരും? बगीचे में बैठकर कोई कुछ लिख रहा था.
इसी बीच डाकिये ने आवाज दी ഒന്നും ചായ ഒന്നും കുടിച്ചില്ലേ ആഷിൻ? വിപിൻ ഭയ്യ ആർക്കി ചിട്ടി. നീ വായിക്കുന്നത് നിന്റെ അനിയത്തി വരെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. विपिन डाकिए की और एक छोटा सा गुलाबी लिफाफा ഓക്കെ ആഷിൻ, അടുത്ത ക്ലാസ് എല്ലാവരെയും വായിപ്പിക്കാം. അപ്പൊ മിസ് ഇന്ന് ഗ്രൂപ്പിലിടുന്ന കാര്യങ്ങളെല്ലാം ഇന്നും നാളെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നോട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി അയച്ചു തരിക. കൂടെ നിങ്ങളുടെ ഒരു പേജ് കോപ്പിയും. കേട്ടല്ലോ? ടെക്സ്റ്റും നോട്ടും അതുപോലെ കോപ്പിയും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരുമിച്ച് എല്ലാം കൂടി മിസ്സിന് ഗ്രൂപ്പിൽ അയച്ചു തരിക. എന്താ ദേവാഞ്ജന? നോട്ടിലെ